ഞാനിപ്പോൾ ഉള്ളത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ മാത്തോട്ടം യൂണിറ്റിലാണ്. സ്കോഷ് മാത്തോട്ടം ഇന്ന് ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യ സാധനങ്ങൾ കൈമാറുന്നു. അത് ചിത്രീകരിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. കാണിച്ചു തരാം. ഞാനുള്ള കോഴിക്കോട് മാത്തോട്ടം ഒരു ഹെൽത്ത് സെൻറ്ററിൽ വന്നതാണ്. നമ്മുടെ ഹെൽത്ത് സെൻറ്ററിലെ പ്രിയങ്കരിയായ ഡോക്ടർ ഫാത്തിമ സുമയ്യ ഏതാണ്ട് 100ഓളം പേഷ്യൻ്റ് ഇവിടെ ഡെയിലി വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റി. ഡോക്ടറോട് നമുക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി ചോദിച്ചറിയാം. പറയൂ ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. ഇത് മാത്തോട്ടം അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിലെ ഡോക്ടറാണ്, മെഡിക്കൽ ഓഫീസറാണ്. നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ സെൻ്ററിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വാർഡാണ് മാത്തോട്ടം. ഇവിടെ ഇങ്ങനൊരു ഹെൽത്ത് സെൻ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പ്രൈമറി കൺസൾട്ടേഷനും ഫാർമസിയുമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ലാബ്സ് ഒന്നും ആയിട്ടില്ല, ലാബ്സ് അധികമൊന്നുമില്ല. ഒരു ദിവസം ഏകദേശം ഒരു 80 പേഷ്യൻസോളം ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഉച്ചയ്ക്ക് 1 മണി മുതലാണ് ഒരു 6:30. ഇവിടുത്തെ പേഷ്യന്റിൽ നിന്നും വല്ല ഫീസൊക്കെ ഈടാക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഫ്രീ ആണ്. ഗവൺമെന്റ് സ്ഥാപനമാണ്, ഫുൾ ഫ്രീ ആയിട്ട്. കോർപ്പറേഷന്റെ അണ്ടറിലാണ് അല്ലേ? ഗവൺമെന്റ് സ്ഥാപനം എങ്ങനെ? കോർപ്പറേഷന്റെ അണ്ടറിലാണ്, നാഷണൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിലാണ് നമ്മൾക്ക് പോസ്റ്റിംഗ് വരുന്നത്. അതായത് കേന്ദ്ര സർക്കാർ നിയമിച്ചതാണ്. നമ്മളെ കേരളത്തിൽ എനിക്കൊന്ന് 27 ആണെന്ന് തോന്നുന്നു അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിന് വേണ്ടിയിട്ട്. അതായത് ജനങ്ങൾക്ക് അവരുടെ അസുഖം കാണിക്കാനോ അല്ലെങ്കിൽ അസുഖ സംബന്ധമായ സംശയങ്ങൾ ചോദിക്കാനോ വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് വരുന്നതും അവിടുത്തെ തിരക്കുകൾ, അവിടുത്തെ OP വരി നിൽക്കുന്നതൊക്കെ നോക്കുമ്പോൾ ഇത് ഇങ്ങനത്തെ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്ന പോലെ നമ്മൾ ആൾക്കാരെ ഇത്രയും വീടിൻ്റെ നടുവിൽ ഒരു വീട് പോലെ നമ്മൾ ഇവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ വെക്കുമ്പം ആൾക്കാർക്ക് ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ സമീപിക്കാനും അവർ ചെറിയ അതായത് ചില അസുഖങ്ങൾ നമുക്ക് പ്രൈമറി ലെവലിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു എയിം വെച്ചിട്ട് തുടങ്ങിയ സെൻറ്റേഴ്സാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ. ഇതിൻ്റെ അണ്ടറിൽ നമ്മൾ കൺസൾട്ടേഷൻ മാത്രമല്ല, വെൽനസ് സെഷൻസ് കൊടുക്കും, യോഗ പോലത്തെ സെഷൻസൊക്കെ ഇവിടെ ഉണ്ടാവും. ആൾക്കാരെ മെൻ്റൽ വെൽബീയിങ്ങിനും കൂടി വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലം. എല്ലാ ഹെൽത്ത് സെൻ്ററിൻ്റെ വെൽനസ് സെൻ്ററിൻ്റെ ടൈം 1 to 7 ആണ്. പേഷ്യന്റ് ഏത് ടൈപ്പ് പേഷ്യന്റുകളാണ് ഇവിടെ വരുന്നത്? സാധാരണ ജലദോഷം പനി ജലദോഷ പനി ഉണ്ട്, അല്ലാണ്ട് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ, ഷുഗർ, ഡയബറ്റിക് പേഷ്യൻസ്, അങ്ങനത്തെ കുറച്ച് ഓൺ മെഡിക്കേഷൻസ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന പുറത്തുനിന്ന് വാങ്ങിക്കാൻ അധികം ചിലവുള്ള മെഡിസിൻസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു സബ് സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്നതാണ്. നമ്മളെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള FXC ബേപ്പൂരിൻ്റെ ഒരു സബ് സെൻ്ററായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ 53-ാം ഡിവിഷനിലെ മുഴുവൻ വീടുകളും ഇതിൻ്റെ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫീൽഡ് വർക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പല ഫീവറും അതേപോലെ തന്നെ പല അസുഖങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് നമ്മൾ ആരോഗ്യവകുപ്പിൽ എത്തിക്കാനും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാനും അതേപോലെ തന്നെ നമുക്ക് ഫീൽഡിൽ മഞ്ഞപ്പിത്ത കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി നമ്മൾ ക്ലോറിനേഷനും മറ്റുള്ള പരിപാടി എല്ലാം ഫീൽഡിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഈ സബ് സെൻ്ററിന് കീഴിൽ നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ RCH കുട്ടികളെ കുത്തിവയ്പ്പ് പരിപാടികളും എല്ലാ മാസവും ഈ ഏരിയയിൽ വെച്ച് നടക്കുന്നുണ്ട്, ഈ സബ് സെൻ്ററിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കാര്യം അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ പരിപാടികളും ഈ സബ് സെൻ്ററിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു JPHനും ഒരു JHIയും പിന്നെ മാസത്തിൽ കുത്തിവയ്പ്പിനും കാര്യങ്ങൾക്കായിട്ട് നമ്മളിവിടെ ഡോക്ടറും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാ മാസവും എല്ലാ പ്രവർത്തനം കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ആരോഗ്യവകുപ്പിലേക്കാണ് നൽകുന്നത്. ഈ വെൽനസ് സെൻ്ററും ഹെൽത്ത് സെൻ്ററും തമ്മിലുള്ളൊരു വ്യത്യാസം പല ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞാൽ വെൽനസ്, ഇപ്പോൾ എല്ലാ ഹെൽത്ത് സെൻ്ററും വെൽനസ് സെൻ്റർ ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഒരു കുടുംബ ഡോക്ടർ എന്നുള്ള ആശയത്തിലേക്കാണ് ഇത് പോകുന്നത്.
അപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ PSCയിലാണെങ്കിലും വൈകുന്നേരം 6 മണി വരെ ഡോക്ടർ സേവനം ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഈ സബ് സെൻറ്ററിലും 6 മണി വരെ ഡോക്ടർ സേവനവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു കുടുംബ ഡോക്ടർ എന്നുള്ള രീതിയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ പോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലും എല്ലാം ഒരു വെൽനസ് രീതിയിലേക്ക് ഒരു പടി കൂടെ മുന്നിലേക്കായിട്ടുള്ള ഇവിടെ നമ്മളെ കുത്തിവെപ്പാണെങ്കിലും അതേപോലെ തന്നെ NCD ക്യാമ്പുകളാണെങ്കിലും എല്ലാ ആഴ്ചകളിലും ഇവിടെ NCD ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അത് രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ഓരോ ക്യാമ്പിലും ഏകദേശം 10-50 ആളുകൾ ഇവിടെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് പുതിയതായി കണ്ടെത്താനുള്ള ഷുഗർ, പ്രഷർ കാര്യങ്ങളെല്ലാം നേരത്തെ കണ്ടെത്തി നേരത്തെ ചികിത്സിക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നാണ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. നമ്മളിവിടെ മുമ്പ് കണ്ടുവന്നതാണ് ഹെൽത്ത് സെന്റർ. ഈ അടുത്ത കാലത്താണ് വെൽനസ് സെന്റർ നമ്മൾ കുറേ തുടങ്ങിയത്. ഹെൽത്ത് സെന്റർ രാവിലെ 8 മണി മുതൽ ഉച്ച വരെയാണ്. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് ഇവിടെ ഉള്ളത് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. പക്ഷേ 6 മണി വരെയൊക്കെ ഉണ്ട്. ഈ രണ്ടും അങ്ങനെ സെറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വന്നതാണ്? അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ തുടങ്ങുമ്പോൾ നമ്മൾ 7 മണി വരെ വെക്കാനുള്ള കാരണം, പണിക്ക് പോകുന്ന ആളുകൾക്ക് പണി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട്, ഇപ്പോൾ ചെറിയ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവർക്കൊക്കെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഒക്കെ വന്ന് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഡ്രസ്സ് ചെയ്യുന്നതിനൊക്കെയുള്ള സൗകര്യം പ്രമാണിച്ചിട്ടാണ് ഈ 1 മുതൽ 7 വരെ സമയമാക്കിയത്. പിന്നെ വെൽനസ് സെൻറ്ററും ബേപ്പൂർ ഫാമിലി ഹെൽത്ത് സെൻറ്ററും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം വെൽനസ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഹെൽത്ത് സെൻറ്ററിൻ്റെ സബ് സെൻറ്റർ പോലെയുള്ളൊരു സംവിധാനം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമുള്ള ഏറ്റവും താഴെയുള്ള ബേസിക് സെൻറ്ററുകളാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററുകൾ. പക്ഷേ ഫാമിലി ഹെൽത്ത് സെൻറ്റർ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ മുകളിലുള്ളതാണ്. അവിടെ നമ്മൾ കോർപ്പറേഷൻ ചെയ്യുന്നത് അവിടെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 മണി വരെ നമ്മളിപ്പോൾ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള OP ഉണ്ട്. പക്ഷേ വെൽനസ് സെൻറ്ററുകൾ നമ്മൾ 7 മണി വരെ ആക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വർക്ക് ചെയ്യുന്നവർക്ക് വർക്കിന് ശേഷം വന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയും സ്കൂൾ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡ്രസ്സ് ചെയ്യുന്നതിന് അവരെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. വേസ്റ്റ് മാനേജ്മെന്റിന് ഈ ഇടവഴി ആയതുകൊണ്ട് 1 വീക്കിൽ വരുന്നില്ല. അപ്പോൾ അതിനൊരു സൗകര്യപ്പെടുത്തി, കാരണം ഡ്രസ്സിങ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനൊരു സൗകര്യം ഇത്രയും പെട്ടെന്ന് ചെയ്തു കൊടുത്താൽ ഇവിടുത്തെ പേഷ്യൻറ്റിന് അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടും. അല്ല, അതാണ് എനിക്ക് അതിൽ എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് കോർപ്പറേഷന് ബയോമെഡിക്കൽ വേസ്റ്റ് എടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. ആക്രി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ 2 വീലറിൽ വന്നിട്ട് അത് കൊണ്ടുപോകും. അതെന്തുകൊണ്ടാണ് ഇവർ ചെയ്യാത്തതെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇമേജ് ആയിരുന്നു സാധാരണ കൊണ്ടുപോകുന്നത്. അവരുടെ വലിയ വണ്ടി വരാത്തത് കൊണ്ടാണ് ഇവിടുന്ന് എടുക്കാത്തതെന്നാണ് അറിയുന്നത്. ഇപ്പം പറ്റുന്നില്ല. അതെ, പക്ഷെ അവരതിനുള്ള സൗകര്യം ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ. അപ്പം നമുക്ക് ഇമേജ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്രി കൊണ്ടെടുപ്പിക്കുന്നതിന് പ്രയാസമില്ല. അതിനുള്ള പിന്നെ സൗകര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്യുന്നതിന് പ്രയാസമില്ല. അതോടുകൂടി ഡ്രസ്സ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇവിടെ ഓൺലി പ്രിസ്ക്രൈബ് ചെയ്യുക, മെഡിസിൻ കൊടുക്കുക, ഡ്രസ്സ് ചെയ്യുന്നതിന് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യണമല്ലോ. അതിനുള്ള സൗകര്യങ്ങളില്ല. അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാം. അതൊരു പ്രയാസമില്ല, അത് ചെയ്യാം. ഘോഷ് മാത്തോട്ടം സാംസ്കാരിക സംഘടന ഇന്ന് ഈ വെൽനസ് സെന്ററിന് കൈമാറുന്നത് ഫ്രിഡ്ജ്. ഈ വെൽനസ് സെന്ററിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ വാർഡ് കൗൺസിലർ നവാസ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ. മാത്തോട്ടത്തെ ഒരു സംഘടന സ്കോഷ് ഇന്ന് വെൽനസ് സെൻറ്ററിന് സമർപ്പിക്കുന്ന ഫ്രിഡ്ജാണ്. ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു അസോസിയേഷനാണ്. ഇതിനു മുമ്പും വാട്ടർ ഹീറ്റർ, ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.